ജനീഷിന് ക്യാമ്പിൽ കഴിയുന്ന ഘട്ടത്തിൽ ഉണ്ടായൊരു ദുരനുഭവം പറയാനാണല്ലോ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. എന്താണ് സംഭവം, പറയൂ. ദുരനുഭവമല്ല, ഞങ്ങളെ അവസ്ഥ നമ്മള്, അതായത് നമ്മളൊക്കെ ഇവിടെയുള്ള പിന്നെ ആൾക്കാർ പകുതി വരും ഈ ആലയിൽ ജീവിക്കുന്ന. അപ്പൊ അതുകൊണ്ട് ഈ ഇവിടേക്ക് EMI ഉണ്ടല്ലോ, നമ്മൾ ബാങ്കിൽ നിന്നുള്ള അളവൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോ പിന്നെ അവര് വിളിച്ച് ചോദിച്ചവര് നിങ്ങൾ സേഫ് ആണോ ചോദിച്ചു. അപ്പൊ ഓക്കെ, ഞാൻ സേഫ് ആണെന്ന് പറഞ്ഞു. അപ്പൊ സേഫ് ആണ് പറഞ്ഞപ്പോ അവര് ചോദിച്ചു ഓക്കെ നിങ്ങൾ സേഫ് അല്ലേ. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, പിന്നെ നിങ്ങൾ EMI പെൻഡിങ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ആ പൈസ അടയ്ക്കണം. ഞങ്ങൾ പ്ലേയേഴ്സ് അപ്പൊ ഇതുപോലെ നമ്മൾ പെട്ടെടുക്കാറപ്പോ ഒരു പറഞ്ഞോ ഓക്കെ നിങ്ങളിപ്പോ സേഫ് ആണല്ലോ, എങ്ങനെയെങ്കിലും ആ പൈസ ഒന്ന് അടയ്ക്കണം, അല്ലെങ്കിൽ അടുത്ത മാസം ബൗൺസ് ആവും പറയും. ഞങ്ങൾ ആലോചിച്ചോട്ടെ, ഇപ്പൊ ഇപ്പൊ ഞാനിപ്പോ പൈസ വാങ്ങണം, ഇപ്പൊ എന്റെ അളവ് ഞാൻ അടയ്ക്കും, എനിക്കൊന്നും വേണം, ഞാൻ അടച്ചോളാം, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ പിന്നീടും അടച്ചോളാം. പക്ഷേ ഈ ഞാൻ കടം വാങ്ങണമെങ്കിൽ ഇപ്പൊ എന്റെ മൺമറഞ്ഞു പോയ അവരെ വിളിച്ച് വേണം എനിക്ക് പൈസ വാങ്ങണമെങ്കിൽ, കടം വാങ്ങണമെങ്കിൽ. അപ്പൊ ഇപ്പൊ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇതുപോലെ ഈ സമയത്ത് ഇതുപോലെ ഫൈനാൻസിന്റെ പേരൊന്നും പറയുന്നില്ല, ഇത്രയും ഫൈനാൻസുകൾ ഒരിക്കലും ഞങ്ങളെ വിളിച്ചിട്ട് ഈ പറഞ്ഞ ഞങ്ങൾ ലൊക്കേഷൻ അയച്ച് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല മാഡം. ഒരു അവസ്ഥയാണ് ഞങ്ങളത്. ഇത് മനസ്സിലായി, ക്രൂരമാണ് ആ പ്രതികരണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ജനീഷ്. ഞാൻ അടച്ചോളാം, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ എന്താ അടച്ചേ നിൽക്കുള്ളൂ. കാരണം അത് ഞങ്ങൾ ചെയ്യും. കാരണം നമ്മളെ പോലെ എല്ലാ ആൾക്കാരും നമുക്ക് വേണ്ടി ഭക്ഷണവും എല്ലാ സാധനവും എത്തിച്ചു തരുന്നുണ്ട്. പക്ഷെ അത് ഭക്ഷണം വേണോ എന്ന് ചോദിച്ച ഒരാളും വിളിച്ചില്ല, മനസ്സിലായോ. അപ്പൊ വേറെ ഉണ്ട്, ഇത് പ്രതികരണം വരെ വികാരമായിട്ട് പൈസയ്ക്ക് ഒന്നുമില്ല. ഈ പൈസ ഞാൻ അടയ്ക്കും, ജീവിച്ചിരിപ്പോൾ ഞാൻ അടയ്ക്കും. പക്ഷെ അല്ലാത്തവർക്ക് വിളിച്ചിട്ട് ഇതുപോലെ ജീവിച്ചിരിക്കുന്നവരെ വിളിച്ചിട്ട് ചോദിക്കാൻ പാടാത്ത ചോദ്യമാണ്. ഈ ലൊക്കേഷനുള്ള നമ്മൾ വിളിച്ച് ചോദിക്കാൻ പാടില്ല. പക്ഷെ എന്ന് വെച്ചോ ഇത് ഈ പറഞ്ഞ് ഞങ്ങൾ എല്ലാ ഈ പ്രദേശത്ത് എങ്ങനെ പൈസ ഞങ്ങൾ ഫണ്ട് ശേഖരിച്ചോ അല്ലെ അതിനൊന്ന് കൊടുക്കും ഞങ്ങൾ ഉറപ്പായിട്ടും. പക്ഷെ ഒരിക്കലും ഒരു ഫൈനാൻസും വിളിച്ച് ഞങ്ങളെ വിളിച്ച് ചോദിക്കാൻ പാടില്ല, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പൈസ അടയ്ക്കുമെന്ന് പറയുന്നത് വളരെ മാഡം ഞങ്ങൾക്ക് കേൾക്കുമ്പോണ്ടല്ലോ. അത് ഞാനിപ്പോ എനിക്ക് പറഞ്ഞേ ഞാൻ അടയ്ക്കുന്നത് ഞാൻ ചെയ്യും. നമ്മളെ പറ്റില്ല കൂടപ്പുറപ്പൊക്കെ പോയി കിടക്കുക, എനിക്ക് അവരോട് പൈസ ചോദിക്കാൻ പാടില്ല. പക്ഷെ പൈസ അല്ല, ഇതൊക്കെ ഈ ക്യാമ്പിലുള്ളവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ പറയുമ്പോഴും ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ വേണം. ഞാൻ എന്ത് മറുപടി പറയണ്ട ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം, നമ്മളിപ്പോൾ ഇവിടെ മാക്സിമം ഉണ്ടല്ലോ ഭക്ഷണം കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ, അങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ ഭക്ഷണം നിലവിൽ വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ വേണ്ടത് റിസ്ക് ചെയ്യുന്നത് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ, നമ്മളെ കൂടപ്പുറപ്പിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നവർക്ക് ഭക്ഷണം എന്ന സാധനം എത്തിയിട്ടില്ല. വരുന്നതെല്ലാം പകുതി കാണാൻ വരുന്നവർ വാങ്ങി ആ ഭക്ഷണം കഴിച്ച് പോവുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പുറത്തുനിന്നൊക്കെ വന്ന് മുകളിലേക്ക് ഈ പറഞ്ഞ ഒരു ചുരമലയും സ്കൂൾ റോഡും മുണ്ടക്കയും അവിടെയൊക്കെ മുകളിലൊക്കെ ആ കുന്നിന്റെ മുകളിലൊക്കെ തിരയുന്നുണ്ട്. അവർക്ക് ചെറിയ വിഷയമല്ല ജനീഷ്, ഗുരുതരമായ വിഷയം തന്നെയാണ്.